2026 തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെ മടുത്തിരിക്കുന്നു. ഇവിടെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ മാത്രമല്ല, ഓരോ ദിവസവും മനുഷ്യ ജീവിതം ഏറ്റവും വിഷമകരമായി തീരുകയാണ്. ആളുകൾക്ക് വേണ്ടുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ തകർന്നു പോയ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ജനം ഈ ഗവൺമെന്റിന് എതിരാണ്, പൂർണ്ണമായിട്ട് എതിരാണ്. മഹാഭൂരിപക്ഷം വരുന്ന കേരളീയരും ഈ ഗവൺമെന്റിന് എതിരാണ്. അവർ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ എതിരാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുപോലെ എതിരാണ്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിലെ തർക്കങ്ങളും ഗ്രൂപ്പുകളൊക്കെ ആരോപണമായിട്ട് ഉന്നയിച്ചാലും അവശ്യഘട്ടങ്ങളിൽ അവർ ഒരുമിച്ച് നിൽക്കും, ഒരു ശക്തിയായി പ്രവർത്തിക്കും. തീർച്ചയായും അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ട്, നിരാകരിക്കാനാവില്ല. മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ സർവശക്തിയും സമാഹരിച്ച് പൊരുതും. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടാം കക്ഷി, UDFിലെ രണ്ടാം കക്ഷി എന്ന നിലയിൽ ലീഗ് വളരെ നല്ല നേതൃത്വത്തിന് കീഴിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചത് കൊണ്ട് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും പിന്നിൽ ഉറച്ചു നിന്ന് മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊരുതിയതുപോലെ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊരുതും. കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് വാങ്ങും, മുസ്ലിം ലീഗ് വാങ്ങും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻതോതിലുള്ള ദയനീയമായ പരാജയം ഉണ്ടാവും. അന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോഴുള്ള ഈ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്നും ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയത പറഞ്ഞ് ഹിന്ദുത്വ വോട്ട് ലക്ഷ്യമാക്കി മുസ്ലിങ്ങളെ ആക്ഷേപിച്ച്, മുസ്ലിങ്ങളെ വോട്ട് ലക്ഷ്യമാക്കി ഹിന്ദുക്കളെ ആക്ഷേപിച്ച് ഒന്നും നിലനിൽക്കാവുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്നവർ മനസ്സിലാക്കുന്നതല്ലാണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധമുണ്ട്, ഇവരെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്തായാലും UDF അധികാരത്തിൽ വരും. അന്ന് മാത്രമേ ഇനി കേരളത്തിൽ കേരളീയ ജീവിതം ചലനാത്മകമായി തീരുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ എല്ലാ മേഖലയും തകർന്നിരിക്കുക. അതൊക്കെ പുനരാവിഷ്കരിക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വ്യവസായ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയൊക്കെ കൊണ്ടുവരാനും അഴിമതിയില്ലാത്ത നല്ല ഭരണം കാഴ്ചവെക്കാനും സാധിക്കും. തീർച്ചയായും UDF അധികാരത്തിൽ വരും. ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം, ശരിയായ രാഷ്ട്രീയവും നിലപാടുകളും പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കാം, യാതൊരു സംശയ കാര്യത്തിലില്ല. അല്ല, തീർച്ചയായും പുതിയ ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലേക്കും UDFിൻ്റെ പക്ഷത്തേക്കും വന്നുകൊണ്ടിരിക്കും. യാതൊരു മാറ്റവും അതിനില്ല. ഇപ്പോൾ സന്ദീപ് വാര്യരൊക്കെ അതിൻ്റെ തുടക്കം കുറിച്ചുവെങ്കിൽ വേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കും.